അപ്പൊ ഈ ശവങ്ങള് ഇതിൽ അടക്കിയിരുന്നപ്പോ എന്തിനായിരിക്കും ഈ അടുപ്പ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടാവുക? അപ്പൊ നമ്മുടെ ചരിത്രം തേടിയുള്ള യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചെറൂപ്പ എന്ന സ്ഥലത്താണ്. ചെറൂപ്പയിൽ നിന്നും 50 മീറ്റർ ഉള്ളിലായിട്ട് വന്നാൽ നമുക്ക് ഈ സ്ഥലത്ത് എത്താൻ സാധിക്കും. ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഈ ശവം അടുക്കിയിരുന്നൊരു ശവ കല്ലറയാണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും നമുക്ക് അതിന്റെ അകത്തേക്ക് കയറി കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച ഈ ചെങ്കൽപ്പാറ തുറന്ന് 2 അറകളായിട്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെ ശവങ്ങൾ വെക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കട്ടിലുമായി നിർമ്മിച്ച പാറ കൊണ്ട് കട്ടിൽ നിർമ്മിച്ച ഈ 2 സ്ഥലത്തായിരുന്നു ശവങ്ങൾ വെച്ചിരുന്നെന്ന് പറയപ്പെടുന്നു. ഏകദേശം 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ആൾ താമസം ഉണ്ടായിരുന്നു. അവര് ശവങ്ങൾ അടുക്കിയിരുന്ന ശവ കല്ലറയാണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. അതിന് തെളിവുകൾ കിട്ടിയത് 60 വർഷം മുമ്പ്. വീടുകൾ നിർമ്മാണത്തിന് ആവശ്യമായി ഈ പരിസരത്തെ ആളുകൾ എവിടെ ഉണ്ടായത്? ഇത് കുന്നായിരുന്നു, ചെങ്കൽ കുന്നായിരുന്നു. ഇത് ഇടിച്ച് നിരത്തുമ്പോഴാണ് ഈ ഒരു പാറക്കല്ല് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ പാറക്കല്ല് മാറ്റിയപ്പോഴാണ് ഈ ഒരു അറയുടെ കവാടം കണ്ട് ഇതിനുള്ളിലേക്ക് നോക്കിയപ്പോൾ നിരവധി പാത്രങ്ങൾ ഉണ്ടായിരുന്നു. 100-ൽ പരം പാത്രങ്ങൾ അല്ലെ, പലതരത്തിലുള്ള പാത്രങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. അതിന് വലിയ പാത്രത്തില് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ പുരാവസ്തു വകുപ്പ് ഗവേഷണം നടത്തി അവർ കണ്ടെത്തിയത് 2000 വർഷം മുമ്പാണ് ഈ ഒരു ഈ അറ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എല്ലുകളും കിട്ടിയിരുന്നു, മനുഷ്യരുടെ എല്ലുകൾ കിട്ടിയിരുന്നു. അപ്പൊ ശവം അടുക്കിയിരുന്ന ശവങ്ങള് ഇതില് ശവങ്ങൾ കെടുത്തി അവർക്ക് അതിന് വേണ്ട നിവേദ്യങ്ങള്, മറ്റേ ഫ്രൂട്ട്സ്, പഴങ്ങള് ഒക്കെ വെച്ച് കാണിക്ക വെച്ചിട്ട് നേരെ ഈ അറയുടെ കവാടം പാറ വെച്ച് അടച്ച് ആളുകൾ പോവുകയും ചെയ്തിരുന്നതെന്നാണ് നമുക്ക് ഐതിഹ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാത്രങ്ങളുണ്ട്, പിന്നെ അടുപ്പുകളുണ്ട്, ഈ 2 ബെഡ് കിടക്കാൻ പറ്റിയ ഒരു ബെഡുമായി ചെറിയൊരു റൂം, വീട് എന്ന് പറയാൻ പറ്റും. കാലത്ത് ചെറിയൊരു വീട് എന്ന് പറയാൻ പറ്റും. വാതിലില്ല. ഒരു അത്ഭുതം തന്നെയാണ്. ആ ഭാഗം പാറ വീണ് പൊട്ടിയതിനു ശേഷം മോളായതാണ്. അതായത് നല്ല ചെറിയൊരു വാതില്, അതിനുള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഒരു ചരിത്ര സംഭവം തന്നെയാണ്. അതിനൊരു മഹാത്ഭുതം എന്നൊക്കെ പറയും. ഇതിനുള്ളിലാണെങ്കിലോ വവ്വാലുകൾ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വവ്വാലുകള് ഒക്കെ നിറഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് നിൽക്കാൻ തന്നെ പറ്റൂല ശരിക്ക്. ഈ കട്ടിലിൽ ഇരിക്കാം. ഇതൊക്കെ നല്ല നിർമ്മിതി കേട്ടോ. കട്ടിലൊക്കെ 4 അടി ഉയരം ഉണ്ടാവും ഇതിന്. ഏകദേശം നീളം ഒരു 4 മീറ്റർ നീളം, ഒരു 2 മീറ്റർ വീതി. ആ ഒരു വിസ്തീർണ്ണമാണ് ഇതിന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് വരാൻ ഭയങ്കര സാഹസികത വേണ്ടി വന്നു. ഓക്കെ, പുറത്തേക്ക് വരുമ്പോൾ നോക്കാം. ഏതായാലും ഇതിന്റെ വളരെ സാഹസപ്പെട്ടാണ് നമ്മൾ ഇതിനുള്ളിൽ പ്രവേശിച്ചത്. അതേപോലെ തന്നെ അങ്ങനെ തിരിച്ച് ഇറങ്ങുകയും ചെയ്യണം.